എന്തായാലും നമുക്കറിയാം മന്ത്രിയാണ്, അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വ്രതാരംഭത്തിന് ഇന്ന് തുടക്കമാകാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നാളെ മുതൽ ഒരു 50 നോമ്പിൻ്റെ ഒരു ആചരണത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നത് നമുക്ക് ഒട്ടും ദഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ്. തലശ്ശേരിയിലെ ഷഹവാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം, അതും സഹപാഠികളാൽ കൊല്ലപ്പെടുന്ന ഒരവസ്ഥ. ഇന്നത്തെ പുതുതലമുറ എന്ന് പറയുന്നത് ലഹരിയുടെയും മറ്റും ഒക്കെ ഒരു അതിപ്രസരത്തിലേക്ക് കടക്കുന്ന ഭയാനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒട്ടും രസമല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു അദ്ദേഹം തുടങ്ങുമ്പോൾ തന്നെ ചർച്ച ചെയ്യുന്നത്. ശരിക്കും സ്കൂളുകളിലൊക്കെ മറ്റ് വിഷയങ്ങളോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വിപത്തിനെ കുറിച്ചുള്ളൊരു ബോധവൽക്കരണത്തിൻ്റെ ഒരു ക്ലാസ് തീർച്ചയായിട്ടും അത്യാവശ്യമല്ല. വളരെ വളരെ ഗൗരവമാണ്. ഇന്ന് സാധാരണ നിലയിൽ മലയാളിയുടെ സുപ്രഭാതങ്ങളെ സമ്പന്നമാക്കുന്നത് രാവിലെ നല്ല ചൂടുള്ള ഒരു കടുപ്പമേറിയ ചായയും പിന്നെ ദിനപത്രങ്ങളുടെ ആഘോഷവുമാണ്. യഥാർത്ഥത്തിൽ പ്രഭാതത്തിൽ വാതിൽ മുട്ടി വിളിക്കുന്ന ദിനപത്രങ്ങൾ എടുത്തു നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ രക്തത്തിൻ്റെ ഗന്ധവും ഭീകരമായിട്ടുള്ള വാർത്തകളുമാണ്. നമ്മുടെ തലമുറയ്ക്ക് എന്താ ഇങ്ങനെ പറ്റി എന്ന് ചോദിച്ച് കാഴ്ചക്കാരാവാനല്ല നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. മാത്രമല്ല, മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയ യുദ്ധത്തിൽ കേവലം സർക്കാരോ ഔദ്യോഗിക സംവിധാനങ്ങളോ മാത്രം അണിനിരന്നാലും പോരാ, അതിൻ്റെ അറ്റം വരെ കണ്ടെത്തി നമുക്ക് ആക്രമിക്കണം. മലയാളിയുടെ മനസ്സങ്ങനെ മരവിപ്പിച്ചു പോകാനേ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ ആരംഭിച്ചതാണ് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ളൊരു ജനകീയ ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ ഇനിയും നമ്മൾ വളരെ ശക്തമായി തുടരുകയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. നമ്മളെല്ലാവരും സ്വയം നിയന്ത്രിക്കാനും നിയന്ത്രിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഇന്ന് രാവിലെ കണ്ടത്, ഏറ്റവും ചെറിയ കുട്ടികൾക്ക് വരെ നാവിൽ പുളിയുടെയും മധുരത്തിൻ്റെയും രൂപത്തിലെത്താൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മിഠായികളുടെ വിൽപ്പന പോലും സ്കൂളിന് സമീപമുള്ള കേന്ദ്രങ്ങളിലുണ്ടാകുന്നു. മയക്കുമരുന്ന് ലോബി നടത്തുന്നൊരു പ്രവർത്തനമുണ്ട്, അതിനെ സംഘടിതമായി നേരിടണം. എന്നാൽ അറിയാതെ പോലും ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്ന വിധത്തിലുള്ള ആളുകളും അതിൽ പെടുന്ന കൗമാരക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കടുത്ത യുദ്ധം നമ്മൾ ആരംഭിക്കണം. നമുക്ക് വ്രതശുദ്ധിയുടെ രിറ്റി പറഞ്ഞതുപോലെ വ്രതശുദ്ധിയുടെ മുസ്ലിം നോമ്പിൻ്റെ ആണെങ്കിലും 50 നോമ്പിൻ്റെ ആണെങ്കിലും വ്രതശുദ്ധിയുടെ ഒരു മഹാകാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മലയാളിയെ ഒരു സ്ഫുടം ചെയ്തെടുക്കേണ്ട, അവനവൻ തന്നെ അവനവനിലേക്ക് തിരിഞ്ഞു നോക്കി ആത്മശുദ്ധീകരണം നടത്തേണ്ട ഒരു കാലമാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. വലിയ യുദ്ധം വേണ്ടി വരും. യുദ്ധസമാനമായ അന്തരീക്ഷത്തോടെ 3.5 കോടി വരുന്ന മലയാളിയുടെ ജീവിതത്തിലേക്കോ ചിന്തയിലേക്കോ ഒരു വിധത്തിലും മയക്കുമരുന്നിൻ്റെ അതിപ്രസരം ഉണ്ടാക്കാത്ത വിധത്തിൽ അതിനെ ശക്തമായി നേരിടുക. നിരോധനം കൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല അത്. സർക്കാർ ഏജൻസികളുടെ അന്വേഷണം കൊണ്ട് മാത്രം അവസാനിക്കുന്നതുമല്ല. കാരണം അത്രമേൽ ഏറ്റവും താഴെത്തലങ്ങളിലേക്ക് അത് വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഒടിസങ്കേതങ്ങൾ ഒക്കെ മാത്രമായി നടന്നിരുന്ന കാര്യങ്ങൾ ചെറിയിരുട്ടിൻ്റെ മറവ് പോലും ഉപയോഗപ്പെടുത്തി നമുക്കിടയിൽ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികാരികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സുകൾക്കോ എത്തിപ്പെടുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കയ്യെത്തും ദൂരത്താണത്. അത് അവരവരിൽ തന്നെ സ്വയം വളണ്ടിയർമാരായി ഇത്തരമൊരു ആത്മശുദ്ധീകരണത്തിലേക്കും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ശുദ്ധീകരണത്തിലേക്കും ഇറങ്ങി പുറപ്പെടേണ്ട ഒരു ഘട്ടമാണ്. എന്തായാലും നമ്മുടെ ആദ്യത്തെ കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ സംവേദനത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? എന്റെ പേര് ഷാജി എന്ന് പറയും. ഞാൻ നമ്മുടെ ഈ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പട്ടിക്കാട് മുതല് വെലങ്ങന്നൂർ വരെ എന്റെ 1 റീച്ച് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ, വളരെ മനോഹരമായിട്ടില്ലേ റോഡ്, നല്ല രീതിയിലാണ് അത് കഴിഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ വീണ്ടും നമ്മുടെ വെലങ്ങന്നൂർ മുതൽ മരവെട്ടിച്ചാൽ പുളിഞ്ചോട് വരെയുള്ള ഭാഗം കൂടി മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് എടുത്ത് വർക്ക് നടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതിനോടൊപ്പം കുറെ എല്ലാ ഏരിയയിലും തന്നെ അതിന്റെ കല്ലിട്ടിട്ടുണ്ട്. ആളുകൾ ഭൂമി വിട്ടുതരുന്നതിന്റെ ഒരു ആശങ്കയുണ്ട്. ആ റോഡ് ഇതേപോലെ ഒരു മലയോര ഹൈവേ അതിലൂടെ വന്നാൽ ഈ ആളുകളുടെ ഭൂമി നഷ്ടപ്പെടുന്നത് വഴി ആളുകൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നാൽ ഒന്നുകൂടി എന്റെ അടക്കം ഭൂമി നഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ ഗുണങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയുന്നതിന് താല്പര്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഷാജി ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്.
ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പീച്ചി റോഡ് മുതൽ വിലങ്ങന്നൂർ വരെയുള്ള ഭൂമി അല്ല റോഡ് ഇപ്പോൾ പോയി ലിറ്റി നോക്കിയാൽ കാണാം അസാമാന്യമായി ഒരു ദേശീയപാതയേക്കാൾ വളരെ മികവാർന്ന വിധത്തിൽ അത് തയ്യാറായി വരികയാണ്. 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ 2ാം ഘട്ടമാണ് ഇവിടെ നേരത്തെ ഭൂമി നഷ്ടപ്പെടുന്ന ഷാജി ഉൾപ്പെടെ ചോദിച്ചതുപോലെ വെലങ്ങന്നൂരിൽ നിന്ന് കൊളാങ്കുണ്ട് വഴി മാനാമംഗലം മരോട്ടിച്ചാൽ പുളിഞ്ചോട് വഴി പോകുന്ന അടുത്ത റീച്ച് 162 കോടി രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ സ്റ്റേജിലേക്ക് പോകുകയാണ്. പക്ഷെ ഇവിടെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഇതൊരു സൗജന്യ അക്വസിഷൻ കേന്ദ്രമാണ് മലയോര ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്, ആ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആർക്കെങ്കിലും വീടോ കടയോ അല്ലെങ്കിൽ ഇടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിണർ മതില് അതൊക്കെ നഷ്ടപ്പെട്ടാൽ അതൊക്കെ വീണ്ടും പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാകും. മറ്റുപോലെ പണം കൊടുത്ത് LAR 2013 അനുസരിച്ച് ഏറ്റെടുക്കൽ ഉണ്ടാകില്ലെങ്കിലും ഒരു സ്വയം സമർപ്പിതമായ ഭൂമി കൊടുക്കുന്നതോടെ ആ ഭൂമിയുടെ വില കൂടുന്നത് മാത്രമല്ല അവിടെ ധാരാളമായിട്ടുള്ള കച്ചവടങ്ങളും ധാരാളമായിട്ടുള്ള ആളുകളും വരും. ഇപ്പോൾ നമ്മുടെ പീച്ചി യഥാർത്ഥത്തിൽ പീച്ചിയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായൊരു കാര്യം കാണുകയുണ്ടായി. കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ പരിശ്രമമാണ്. ആ പീച്ചിയിലുള്ള 186 ഏക്കർ ഭൂമിയും നമ്മൾ കൃത്യമായി അളന്നെടുത്ത് അവിടെ വലിയ കൺവെൻഷൻ സെൻറ്റർ, അവിടെ പീച്ചി ഹൗസിൻ്റെ പ്രത്യേകത, അവിടെ ഇപ്പോൾ തന്നെ കൊട്ടവഞ്ചി വന്നിട്ടുണ്ട്, സോളാർ ബോട്ട് വന്നിട്ടുണ്ട്, ചങ്ങാടം വരുന്നുണ്ട്, TCV അതെല്ലാം പ്രസിദ്ധീകരിച്ചാണ്. അപ്പോൾ അതുവഴി വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സുവോളജിക്കൽ പാർക്ക് 2025 ഓണക്കാലത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യും. അവിടെ വന്നാൽ ആളുകളെ നമുക്ക് പീച്ചിയിലേക്ക് ധാരാളമായിട്ട് കിട്ടണം. അതിനുവേണ്ടി പീച്ചി ഇപ്പോൾ നിലവിലുള്ള സൗകര്യങ്ങൾക്ക് പുറമെ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സുന്ദരിയാക്കാനുള്ള ശ്രമത്തിലാണ്. സുവോളജിക്കൽ പാർക്കിൽ 30 ലക്ഷം പേര് ഒരു വർഷം വരുന്നു എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെ വരുന്ന ആളുകൾക്കൊരു 2ാമത്തെ പോയിന്റായി നമുക്ക് പീച്ചി കൊടുക്കണമെങ്കിൽ സുവോളജിക്കൽ പാർക്ക് മുതൽ മാനാമംഗലം വരെയുള്ള റോഡ് വളരെ മനോഹരമായിട്ട് BMBC ചെയ്തിട്ടുണ്ട്. മാനാമംഗലത്ത് നിന്നുള്ള ശരിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും റോഡാണ്, സർക്കാർ റോഡല്ല. അതുകൊണ്ട് സർക്കാരിന് ഇടപെട്ടൊരു പണം ചെലവഴിക്കുക സാധ്യമല്ല. കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ആസ്ഥിതിയുള്ള റോഡ് മെയിൻ്റനൻസും പറ്റില്ല. മലയോര ഹൈവേ അതുവഴി പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള NH തുല്യമായിട്ടുള്ള സൗകര്യങ്ങളോടെ ഉൾപ്രദേശത്തൊരു റോഡ് വന്നാൽ സത്യത്തിൽ ഈ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരുന്ന മുഴുവൻ പേർക്കും പീച്ചിയിലേക്ക് കടക്കാനുള്ള ഒരു കവാടമായി ഈ മലയോര ഹൈവേ മാറും. ചെറിയ നഷ്ടങ്ങൾ ആളുകൾക്ക് ഉണ്ടായാലും നമുക്കതിൻ്റെ എടുപ്പുകളൊക്കെ വീണ്ടും പണിത് കൊടുക്കാം. ചെറിയ നഷ്ടങ്ങൾ ആളുകൾക്ക് ഉണ്ടായാലും അതുവഴി ആളുകൾ ധാരാളമായി ലക്ഷക്കണക്കിന് ആളുകൾ അതുവഴി യാത്ര ചെയ്യുന്നതോടെ ആ നഷ്ടങ്ങളൊക്കെ മാറും. ഭൂമിക്ക് വലിയ വിലയുണ്ടാകും. കൊച്ചു വീട്ടിലിരിക്കുന്നവർക്ക് വരെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുറുക്കാൻ കട എന്നൊക്കെ പണ്ട് പറയുന്നത് പോലെ പല ആവശ്യങ്ങൾക്കുള്ള ഒരു ചെറിയ കട അവരുടെ വീടുമായി ബന്ധപ്പെട്ട് വെച്ചാൽ തന്നെ ധാരാളമായിട്ടുള്ള കച്ചവടങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം സുവോളജിക്കൽ പാർക്ക് കണ്ടു, ഇനി പീച്ചിയിലേക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ പുത്തൂർ റോഡ് കണ്ടല്ലോ, നല്ല പുതിയ പാലവും റോഡും ഒക്കെ വരികയാണ്. അവർക്ക് ദേശീയ ഹൈവേ വഴി പിന്നെ പീച്ചി റോട്ടിലൂടെ വെലങ്ങന്നൂരിൽ വരാൻ പറ്റും. അപ്പോൾ പിന്നെ മാനാമംഗലം മുതൽ വെലങ്ങന്നൂർ വരെയുള്ള ഈ റോഡ് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ അങ്ങ് മൂരടിച്ച് പോകും. ആ വഴി കൂടെ ആളുകൾ പ്രവേശിക്കാതിരിക്കും. ഞങ്ങളിതൊക്കെ കണ്ടുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിനിലേക്ക് പോകുകയാണ്. അപ്പോൾ ഷാജിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് 60% ആളുകൾ ഇതിനകം ഭൂമിയുടെ വില്ലിങ്നെസ് നമുക്ക് അവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പം അങ്ങുൾപ്പെടെയുള്ള ആളുകൾ കൂടി അതിൽ ഒപ്പിട്ടാൽ നമുക്കിപ്പോൾ ടെൻഡർ സ്റ്റേജിലേക്കായി. മാർച്ച് മാസത്തിൽ ഒരു ടെൻഡർ ചെയ്യും. കിഫ്ബിയുടെ ഒരു വർക്കായതുകൊണ്ട് എല്ലാവരും സമ്മതിച്ച് കിട്ടിയാൽ നമുക്കൊരു ഏപ്രിൽ മെയ്യോട് കൂടി ആരംഭിച്ചാൽ 1 വർഷക്കാലം കൊണ്ട് തന്നെ ആ വർക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ ഈ സുവോളജിക്കൽ പാർക്കിൽ വരുന്ന ലക്ഷക്കണക്കായ ആളുകളെ പീച്ചിയിലേക്കുള്ള ഒരു കവാടമായി, ഒരു ടൂറിസ്റ്റ് കോറിഡോറായി, പീച്ചി മാത്രമല്ല സുവോളജിക്കൽ പാർക്ക് മാത്രമല്ല, ഇടയിൽ നമ്മൾ ഈ വല്ലൂർ കുത്ത് എന്ന് പറയുന്നൊരു വളരെ മനോഹരമായിട്ടുള്ള പ്രദേശമുണ്ട്. ലിച്ചി കണ്ടിട്ടുണ്ടാവില്ല, തിരുവള്ളിലേക്ക് പോകണം. അതിപ്പോൾ വനം വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ടൂറിസം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അത് വന്നില്ലെങ്കിൽ പീച്ചിക്കും ദോഷം ചെയ്യും, ആ പ്രദേശത്തുള്ള ആളുകൾക്കും ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്കത് ചെയ്യണം. എല്ലാവരും അനുവദിച്ചാൽ ഷാജി നമുക്ക് ഈ മാർച്ച് മാസത്തിൽ ടെൻഡർ ചെയ്യാം, ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ വർക്കിലേക്ക് മുന്നോട്ട് പോകാം. സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, ക്ലിയറായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു 75 മീറ്ററോളം നീളത്തിൽ ഭൂമി പോകുന്നുണ്ട്. അത് നമ്മൾ സമ്മതപത്രം
ഒപ്പിട്ട് കൊടുക്കുന്നതിന് ഇനി ആര് സമീപിച്ചാലും അതിന് തയ്യാറാണ്. വളരെ നന്ദി, വളരെ നന്ദി, പ്രത്യേക നന്ദി, സന്തോഷം. കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എല്ലാവരുമായിട്ടത് സംസാരിച്ച് നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളെ കൂടി ഇതിലേക്ക് അടുപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു നടപടി എന്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവും. ആയിക്കോട്ടെ. ആ വഴിയിലൂടെ വലിയ മാറ്റത്തിന് ഇടവരുത്തും. ആ വഴിയിൽ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ മാനാമംഗലത്ത് തന്നെ നമ്മളൊരു സിനിമാ തിയേറ്റർ തുടങ്ങാൻ പോവാണ്. ഇതുപോലെ പല സാധനങ്ങളും ഈ വഴിയിലൊക്കെ അന്ന് വന്ന് കയറും. നമുക്ക് ഒരു മുരടിപ്പിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകും. എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. പ്രത്യേകം നന്ദി അങ്ങയുടെ അഭിപ്രായ പ്രകടനത്തിന്. ശരി, വളരെയധികം നന്ദി. എന്തായാലും ഇത്തരത്തിലെ ആളുകൾ കൂടി സഹകരിക്കുമ്പോഴാണ് ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അത് വിജയത്തിലേക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. ഉള്ളൂരിൽ ഒരു ടൂറിസ്റ്റ് കോറിഡോർ വരികയാണ്. യഥാർത്ഥത്തിൽ ഈ ചിയാരം വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് തുടങ്ങി നമുക്ക് പുതിയതായിട്ട് വരുന്ന ഇപ്പോൾ പീച്ചി നന്നാവും, KFRI മനോഹരമാകും, അതിനപ്പുറത്തൊരു ഒരൊപ്പംകട്ട് വെള്ളച്ചാട്ടം പുതിയതായിട്ട് വരും, ഒരു സാഹസിക വെള്ളച്ചാട്ടമാണ്. ഇതൊക്കെ കൂട്ടിയാൽ അവിടെ തന്നെ അത് വന്നാൽ ഇതിൻ്റെ കച്ചവടം മുഴുവൻ ആ മേഖലയിലെ പാവപ്പെട്ട മലയോര കർഷകർക്ക് വരും. ഇപ്പം ഈ പ്രദേശത്തുള്ള വെലങ്ങന്നൂരിനും മാനാമംഗലത്തിനും ഇടയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ കർഷകരാണ്. ഒരു പിടി മണ്ണ് പോകുന്നതിൻ്റെ പ്രയാസം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. മലയോര ഹൈവേയിൽ അക്വസിഷൻ ഇല്ല, സ്വയം സമർപ്പിച്ചുകൊണ്ട് എടുക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു മെച്ചം അവരുടെ വിളകളും അവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒക്കെ വലിയ പണത്തിൽ നമുക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. സംവേദനത്തിലേക്ക് സ്വാഗതം. മന്ത്രിയുണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ റജിമോനാണ് വിളിക്കുന്നത്. കട്ടളപ്പുറത്താണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ റജിമോൻ, പറഞ്ഞോളൂ. സാറേ, നമ്മളുടെ ഇവിടെ ഈ കരിമത്ര മുതല് മുടിക്കോട് വരെ ഒരു പുതിയൊരു റോഡിന്റെ വികസന പരിപാടി നടക്കുന്നുണ്ടല്ലോ. നല്ല റോഡാണ്. നല്ല റോഡ്, നല്ല വീതിയിലും സംവിധാനത്തിലും വരുന്ന റോഡാണ്. അതെ അതെ അതെ. അതില് ഒരു കാന പണിയുന്നതേ ഈ കാരിങ്ങിനോട് ചേർന്നാണ് കാന പണിതായിട്ട് കണ്ടത്. സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണത്. ഏത് പ്രദേശത്താണ്? മൊത്തത്തിലാണോ? മൊത്തത്തില് അങ്ങനെയാണ് പണി വന്നിരിക്കുന്നത്. അപ്പൊ കാനയിലെ സ്ലാബുകൾ ഇടുമ്പോ ഈ കാരിങ്ങിനോട് ചേർന്നേ ഏകദേശം ഒരടിയോളം ഹൈറ്റിൽ ഇങ്ങനെ പൊന്തി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുമ്പോഴോ അതൊക്കെ അപകട സാധ്യത ഉണ്ടാവുന്നുണ്ട്. അത് ഹൈറ്റ് കുറച്ചിടാനോ അല്ലെങ്കിൽ കാന കുറച്ചും കൂടെ പുറത്തേക്ക് ആക്കിയിടാനോ എന്തെങ്കിലും സംവിധാനങ്ങൾ ഞാൻ നോക്കി. അതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, KFRIയുടെ വർക്ക് അനുസരിച്ച് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു പോകാൻ റോഡിനോട് ചേർന്ന് കാന വേണമെന്നാണ്. മറ്റൊരു കാര്യം റജിമോൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഭയങ്കര ഉയരത്തിലാണ് കാനയുടെ സ്ലാബ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ BM മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. BC കൂടി വരുമ്പോൾ ആ ഉയരത്തിലേക്ക് റോഡ് പൊന്തും. അങ്ങനെയാണ് കാണുന്നത്. എന്തായാലും അതിൻ്റെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരോട്, നമ്മൾ എഞ്ചിനീയർമാരല്ലാത്തതുകൊണ്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരോട് ഞാനൊന്ന് ചോദിക്കാം. ന്യായമായൊരു പ്രശ്നമാണ്. പൊതുവെ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ റോഡ് പൊന്തും എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും അത് വരുന്നതോടുകൂടി വളരെ മനോഹരമായ റോഡാവും. പിന്നെ പൊങ്ങണങ്കാട് നിന്ന് മുടിക്കോട്ട് വരെയുള്ള വർക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിലപ്പൂവം അല്ല, ആ വഴി കരിമാത്ര മുതൽ വാടാനി മുതൽ പീച്ച് വരെ പോകാനുള്ള റോഡ് അതിഗംഭീരമാകുകയാണ്. അപ്പോൾ ഇത് ഈ സാങ്കേതികത്വം ഒന്ന് നോക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മൾ ഈ വീതി കൂടി വരുമ്പോൾ ഈ നോർത്ത് സൈഡിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ ഈ വഴിയിൽ വാഹന പെരുപ്പം ഉണ്ടാവാൻ സാധ്യത. അത് മണ്ണുത്തിക്ക് കിടക്കാനായിട്ട് ഉള്ള റോഡുകള് ഒക്കെ വീതി കുറഞ്ഞാണ്. ഈ തേറമ്പത്തുനിന്ന് മണ്ണുത്തിക്ക് വരികയാണ് ഭാഗവും മാണിക്കത്തറ സ്കൂളിന്റെ അവിടെയൊക്കെ ജംഗ്ഷനുകളുടെ വികസനം ഇല്ലാത്തതുകൊണ്ട് അവിടെ വലിയ വാഹനങ്ങളും തിരിഞ്ഞു പോകില്ല, മണ്ണുത്തിക്ക് പോകില്ല. അപ്പൊ ട്രാഫിക് ഗതാഗതം ട്രാഫിക് കുരുക്ക ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പക്ഷെ വളരെ തേറമ്പത്ത് നിന്ന് മര്യാദ മൂല വഴിയുള്ള റോഡ് BMBC ആയി കണ്ടല്ലോ. KNR റോഡ് അത് BMBC ആയി. ഇനി ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ വലിയ പണം, ആളുകളുടെ സന്നദ്ധതയും വേണം. പ്രധാന ജംഗ്ഷനുകളൊന്നും വലുതാക്കാനുള്ള ശ്രമം നടത്താം. നല്ല നിർദ്ദേശമാണ്. ആളുകൾ ആ വഴിക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു പൊതു ഗുണം ഉണ്ടാകും. എന്തായാലും ശ്രമിക്കാം. ഈ പൊങ്ങണങ്കാട് മുതൽ മുടിക്കോട് വരെയുള്ളത് ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ്. സാറിന്റെ ശ്രദ്ധയിലൊന്നും കാരണം അതൊരു മുൻഗണന പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. ശരി, വളരെയധികം നന്ദി വിളിച്ചതിൽ. എന്തായാലും ഈ റോഡുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ കാഞ്ഞാണി റോഡ്, അതിപ്പോൾ രാജേട്ടനോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ റോഡ് നമുക്കറിയാം, ബൈപ്പാസായിട്ട് നമ്മൾ കടന്നു പോകുമ്പം ഹൈവേയിലേക്ക് കടക്കുന്ന ഒരു റോഡും കൂടിയാണ്. ഭയങ്കര കൺജസ്റ്റഡ് ആണ് അത്. ഇപ്പോഴും പല അപകടങ്ങളും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബസ്സുകളുടെ അമിതവേഗം അതിന് ഒരു പ്രശ്നം കൂടിയാണ്. അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ആ റോഡിന് വർക്ക് വന്നിട്ടുണ്ട്. അരിമ്പൂര് വരെ റോഡിപ്പോൾ നല്ല രീതിയിൽ തയ്യാറായിട്ടുണ്ട്. അതിനപ്പുറത്തുള്ള അക്വസിഷൻ നടപടികളുടെ ചില കാലതാമസമാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. കുറേ കാലമായി കാഞ്ഞാണി വാടകപ്പള്ളി 2 ഹൈവേകളെ ബന്ധപ്പെടുത്തുന്ന
ഒരു റോഡാണ്. സുനിലേട്ട മന്ത്രിയായിരുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടി പെരുമ്പുഴ ഭാഗത്തൊക്കെ കുറച്ചും കൂടി വിപുലീകരണം വരണം അത് അരിമ്പൂർ വരെ വന്നിട്ടുണ്ട്. അത് അരിമ്പൂരിന്റെ അപ്പുറത്തേക്ക് വരാനുള്ളൊരു വർക്കുണ്ട്, വർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പണം മാറ്റി വെച്ചിട്ടുണ്ട്. സാങ്കേതികത്താവും എന്തായാലും നന്നായി ശ്രദ്ധിക്കാം. ഒരു സന്തോഷമുള്ള കാര്യം ലിറ്റി, നമ്മുടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഇനി നമ്മുടെ പ്രധാന റോഡുകളെല്ലാം PWD റോഡുകളെല്ലാം ഈ ബഡ്ജറ്റ് കൂടി കഴിയുന്നതോടുകൂടി പൂർണ്ണമായിട്ട് BMBC ആകും. ഇനി ലിറ്റി ആ വഴിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളവര വരയ്ക്കാത്ത ഒറ്റ റോട്ടിലൂടെ PWD റോട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. ചിലതിനുള്ള പൈസ വന്നിട്ടേ ഉള്ളൂ, പൈസ വന്ന് ടെൻഡർ ആയിട്ടുണ്ടല്ല അതിന്. ഇപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ നേരത്തെ പറഞ്ഞ പൊങ്ങണങ്ങാട് മുടിക്കോട് റോഡ് വർക്ക് നടക്കുകയാണ്, നടത്തറ കണ്ണാറ റോഡ് വർക്ക് നടത്തുകയാണ്, പുത്തൂർ റോഡ് 15 മീറ്ററാക്കി വലുതാവുകയാണ്. അപ്പോൾ ഈ 3 റോഡ് കൂടി കഴിഞ്ഞാൽ ആ പണി ഇപ്പം തന്നെ നടക്കും, എല്ലാം ആരംഭിച്ചു, പണി ഇപ്പം തന്നെ നടക്കും. ഒരു വലിയൊരു സിറ്റി കൂടെ പോകുന്ന ഒരു പ്രതീതി ആയിരിക്കും ഒരു പക്ഷേ അതിലേക്ക് പോകുന്നത്. ഈ സുവോളജിക്കൽ പാർക്കിലേക്ക് വരുന്ന പഞ്ചായത്ത് റോഡ് പോലും സംസ്ഥാന സർക്കാർ നേരിട്ട് BMBC ഒക്കെയാണ്. പഞ്ചായത്ത് റോഡ് ഇപ്പോൾ ഉദാഹരണത്തിന് മൂർക്കനിക്കര മുതൽ ചേട്ടാ ഞാൻ ഒന്ന് ഇടവന്നു, ഒരു കോളറും കൂടി ഉണ്ട്. ഹലോ, നമസ്കാരം, സംവേദനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാ വിളിക്കുന്നേ? ഞാൻ ഇക്ബാലാണ്. ഓക്കെ, മന്ത്രിയോട് സംസാരിച്ചോളൂ. ഇക്ബാലെ പറഞ്ഞോളൂ. രാജനാണ്. എവിടെ നിന്നാവും ഇക്ബാൽ? ഞാൻ ചേച്ചിയിലാണ് സാർ. കേച്ചേരി. കേച്ചേരി. ആ പറയൂ ഇക്ബാലെ, പറഞ്ഞോളൂ. ഞാൻ റവന്യൂ സംബന്ധമായ കാര്യമായതുകൊണ്ട് സാറിനോട് വിളിച്ചൊരു സംശയം ചോദിക്കാന്ന് വിചാരിച്ചു. ഉറപ്പായിട്ടും. അതായത് നമുക്ക് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളിലും ജീവിക്കുന്ന ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടി ഒരു വീട് പണിത ആളുകൾക്ക് ഒരു 10-15 വീടുകളുള്ള അല്ലെങ്കിൽ ഒരു അംഗൻവാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരിടത്തിലേക്ക് കാറ് പോകാനോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വരാനുള്ള വഴിയില്ലെങ്കിൽ ആ വഴി കണ്ടെത്താൻ എന്ത് മാർഗമാണ് സ്വീകരിക്കാൻ കഴിയുക സാർ? അതിനെക്കുറിച്ച് അറിയാം. അത് റവന്യൂവിന്റെ പ്രശ്നമല്ല. അത് അവിടെ റോഡ് പബ്ലിക്കായിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഇപ്പം സാധാരണ വീട് വെക്കുമ്പോൾ 15 വീടും അംഗനവാടിയൊക്കെ ഉണ്ടെങ്കിൽ റോഡിനുള്ള വഴി കൂടി കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് ആ റോഡിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ള വഴി കൂടി കണ്ടിട്ടുണ്ടാകും. അതല്ലെങ്കിൽ പിന്നെ നിയമപരമായിട്ടുള്ളൊരു വഴി നമ്മുടെ പുറമ്പോക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഒപ്പമുള്ള വഴിയാണെങ്കിൽ നിയമം അനുസരിച്ച് 10 കൊല്ലം തടസ്സമില്ലാതെ നടക്കാൻ പറ്റിയ ഭൂമിയാണെങ്കിൽ സ്വകാര്യ ആളുകളുടെയും 20 കൊല്ലം തടസ്സമില്ലാതെ നടക്കാൻ പറ്റുന്ന ഭൂമിയാണെങ്കിൽ സർക്കാർ സദ്യകളുടെയും ഒരു ഈസ്മെൻറ്റ് റൈറ്റ് ഉണ്ട്. അത് കോടതിയിൽ പോയിട്ട് നമുക്ക് സ്ഥാപിക്കേണ്ടി വരും, ഇത്ര വർഷം നടന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ഈസ്മെൻറ്റ് റൈറ്റ് എടുക്കാം. പിന്നെയുള്ളത് നമ്മൾ തന്നെ നമ്മുടെ ഭൂമി പൊതുവായ റോഡിന് കൊടുത്ത് പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് മാറ്റി പഞ്ചായത്തിനെ കൊണ്ട് റോഡ് പണിയിപ്പിക്കാൻ പറ്റും. ഇത് ഏത് വിധത്തിലാണെന്ന് ഇക്ബാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. നോക്കിച്ചാൽ മതിയെങ്കിൽ ഞാൻ നോക്കിക്കാം. പഴയ കാലത്ത് സാർ ഉണ്ടായിരുന്ന ഭൂമി പഴയ കാലത്തൊക്കെ ചെറിയ ഒരു നടക്കാനുള്ള വഴി മാത്രം വെച്ച് ഭൂമി ഭാഗിക്കപ്പെട്ടിരുകയാണ്. അതില് വേറെ മാർഗങ്ങളില്ലാതെ സഹോദരന്മാരും എല്ലാവരും വീട് വെച്ച് അതിന്റെ സ്ഥലം തന്നെ വിറ്റ് അതിൽ അംഗൻവാടി വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ വന്നു. എന്നിട്ട് പോലും അത് മോട്ടോർ സൈക്കിൾ പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാശില്ലാണ്ടാണെങ്കിൽ കാശ് നമുക്ക് ഏത് രാജ്യത്തുനിന്ന് കൊണ്ടുവരാം, ഭൂമി പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അവിടെയുള്ള ഭൂമി തന്നെ വേണ്ടേ? അപ്പൊ അവര് പരസ്പരം സഹകരിച്ചെടുക്കേണ്ടി വരും. നമുക്ക് സുഖരൂപമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചെറിയൊരു സ്ഥലം അതിനുവേണ്ടി കൊടുക്കാൻ തയ്യാറാവാത്തത് നിയമവ്യവസ്ഥയിലൂടെ അത് കൊണ്ടുവരാം, നമുക്ക് കൊടുക്കണം എന്ന് പറയാനുള്ളൊരു അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ പറ്റില്ല. നമുക്കൊരു പുതിയ നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഇപ്പൊ പറ്റില്ല, ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട്. പിന്നെ അക്വസിഷൻ നടത്തണമെങ്കിൽ സർക്കാർ പണം കൊടുക്കണം. ശരി, വളരെയധികം നന്ദി വിളിച്ചതിന്. ചെറിയ സ്ഥലങ്ങളില് ഭൂമി പിന്നെ പണം കൊടുത്ത് മേടിക്കുമ്പോൾ അതിലേക്കുള്ള വഴി എങ്ങനെയാന്ന് കൂടി നോക്കിയില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ആളുകൾ ഇതുപോലെ കെട്ടിടം പണിയുമ്പോൾ പല സ്ഥലത്തും പാർക്കിങ്ങിന് ശ്രദ്ധ ഉണ്ടാകില്ല. മലിനീകരണത്തിന് ഈ മാലിന്യമുക്തമാക്കാൻ ഒരു സംവിധാനം ഉണ്ടാവില്ല. ഒരു കെട്ടിടമൊക്കെ പണിതു, വണ്ടികൾ മുഴുവൻ റോട്ടിലിടും, വെള്ളം പോകുക നേരെ റോട്ടിലേക്കായിരിക്കും. അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യങ്ങളുണ്ടെങ്കിൽ സംസ്കരിക്കാനൊരു മാർഗം കാണില്ല. ഇപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ തന്നെ സർക്കാർ ഗൗരവമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. മഴവെള്ളം സംഭരിക്കണം, അവരുടെ മാലിന്യം അവരുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയണം, പാർക്കിംഗ് ഉണ്ടാകണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ആയിരിക്കും പലപ്പോഴും ആരംഭിക്കുക. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഇവിടെ നിന്നാണ് ഭൂമി കണ്ടെത്തുക. ഇപ്പോൾ നേരത്തെ ഇക്ബാൽ പറഞ്ഞതൊരു യഥാർത്ഥ പ്രശ്നമാണ്. അവർ ചിലപ്പോൾ ഇക്ബാൽ പറഞ്ഞത് വളരെ ന്യായമായൊരു കാര്യമാണ്. ഒരു സ്കൂട്ടർ വഴിയിലായിരിക്കും സ്ഥലം മേടിച്ചത്, അംഗനവാടി വരെ ഉണ്ട് അതിനകത്ത്. ആളുകൾക്ക് പോകാൻ പറ്റില്ല. ഓരോ നാടും വികസിക്കുമ്പോൾ ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് അടുത്തൊരു കോളറും കൂടി ഉണ്ട്. ഹലോ, നമസ്കാരം, സംവേദനത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
ആമ്പല്ലൂര് വില്ലേജിൽ നിന്ന് പൂക്കോട് പ്രദേശത്ത്. ഓക്കെ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ? ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെക്കോ, എങ്കിലേ മന്ത്രി പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. പൂക്കോട് എന്നുള്ള ചേച്ചി പേര് പറഞ്ഞു തുടങ്ങിക്കോളൂ, നമുക്ക് കേൾക്കാം. മന്ത്രിയോട് പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഞാനേ എനിക്ക് ഒരു 23 സെന്റ് സ്ഥലമുണ്ട്. പേരെന്ന് പറഞ്ഞു ചേച്ചി. സ്ഥലമുണ്ട്, അതിന്റെ നദിക്കോടെയാണ് ലൈൻ പോയാണ്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? സതി. സതി. സതി ചേച്ചിയുടെ അനുവാദത്തോടു കൂടിയല്ലേ ലൈൻ വലിച്ചേ? 23 സെന്റ് സ്ഥലത്തിന്റെ നടുവിക്കോടെ ലൈൻ പോണു. അല്ല, ചേച്ചിയുടെ അനുവാദത്തോടു കൂടിയല്ലേ ലൈൻ വലിച്ചത് നേരത്തെ? കുട്ടികൾക്ക് അപകടം ഉണ്ടായിപ്പോ അത് മറ്റേ പ്ലാസ്റ്റിക് പോയിട്ട് പോയിട്ടുണ്ട്. സതി ചേച്ചിയുടെ അനുവാദത്തോടു കൂടിയാണോ നേരത്തെ ലൈൻ വലിച്ചത് നമ്മുടെ പറമ്പിക്കൂടെ? ഞങ്ങക്ക് വീട് പണിയാൻ പറ്റുന്നത് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് കേൾക്കോ? സതി ചേച്ചിയുടെ അനുവാദത്തോടു കൂടിയാണോ നേരത്തെ ലൈൻ വലിച്ചത് നിങ്ങളുടെ പറമ്പിൽ? പണ്ട് 50 കൊല്ലം മുന്നുള്ളതാണ്. ഓ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അറിയോ? എന്ത് ചെയ്യേണ്ടി വരും? ഏത് ലൈനാണ്? സാധാരണ ലൈനാണോ? അത് മോട്ടറിലേക്ക് അത് ചെറുതായിട്ട് മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. ഇലക്ട്രിസിറ്റിയിൽ ഒരു പരാതി കൊടുത്താൽ ചിലപ്പോ ഒരു പോസ്റ്റ് ഇടേണ്ടി വരും. പരാതി കൊടുത്തിട്ട് അവരൊന്നും ആക്കണില്ല. ഞങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടിട്ട് ചേച്ചി ഒരു കാര്യം ചെയ്തോളൂ, അതിന്റെ വിശദാംശങ്ങളും കൂടിയിട്ട് ഒരു പരാതി എനിക്ക് എങ്ങനെ എത്തിക്കുക? ഒന്നുകിൽ TCVയിലേക്ക് സംവേദനം എന്നുള്ള പേരിൽ അയക്കണം, അല്ലെങ്കിൽ മണ്ണുത്തിയിൽ എന്റെ ഓഫീസുണ്ട്, അതിലേക്ക് വിശദാംശം പറഞ്ഞിട്ട് ഒരു പരാതി തന്നാൽ ഞാൻ നോക്കി ഏർപ്പാട് ചെയ്യാം. വീട് പണിയാം നമുക്ക്. പണ്ട് കാലത്ത് പലതിനും നേരത്തെ മേടിച്ച് പണ്ടൊക്കെ ഇപ്പൊ ഒരു വലിയ സ്ഥലത്ത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അപ്പൊ അവിടെ ഒരു വീട് വേണ്ടി വരുന്ന ആലോചിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് ഈ ലൈൻ അങ്ങനെ പൊക്കോട്ടെ പിന്നെ വരുമ്പോ ഈ ലൈൻ മുകളിലുണ്ട് എന്ന് പറഞ്ഞ് താഴത്തെ ഇലക്ട്രിസിറ്റി അനുവദിക്കില്ല. അതൊരു പോസ്റ്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്ന് ചെറുതായി ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇലക്ട്രിസിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ആ ലൈൻ വലിക്കാൻ കാശ് ഇവർ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും പ്രശ്നം. പക്ഷെ ഒരു എമർജൻസി കേസാണെങ്കിൽ നമുക്ക് നോക്കാം. ചേച്ചിയുടെ പരാതി വരട്ടെ, വന്നാൽ അതനുസരിച്ച് ഇലക്ട്രിസിറ്റി വകുപ്പിന് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു നിർദ്ദേശം കൊടുക്കാം. എന്തായാലും ഒല്ലൂർ മണ്ഡലത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇപ്പൊ സുവോളജിക്കൽ പാർക്കാണ് ഇനിയിപ്പോ നമ്മൾ എല്ലാവരും വീണ്ടും ഉറ്റുനോക്കുന്ന ഒരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇനിയിപ്പോൾ ബാക്കി? 22-ാം തീയതി വീണ്ടും അവിടെ വനം വകുപ്പ് മന്ത്രി വരുന്നുണ്ട്. എല്ലാ മാസവും ഇപ്പം ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ട്. നാളെ ഒരു സുപ്രധാന ദിവസമാണ് അവിടെ. തിരുവനന്തപുരത്ത് നിന്നുള്ള 3 കാട്ടുപോത്തുകൾ, 2 പുരുഷനും ഒരു വനിതയും, 3 കാട്ടുപോത്തുകൾ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് വരികയാണ്. നമുക്ക് ഈ ഏപ്രിൽ മാസം കഴിയുന്നതോടുകൂടി തിരുവനന്തപുരം തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് തൃശ്ശൂർ പൂർണ്ണമായിട്ടും തിരുവനന്തപുരത്ത് ഭാഗികമായി കിട്ടുന്നതും കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സൂകളുടെ ഒരു കോൺക്ലേവ്, സൂ അതോറിറ്റികളുടെ ഒരു കോൺക്ലേവ് ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. കാരണം പലരും നമുക്കിപ്പോൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഗുജറാത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്, മഹാരാഷ്ട്ര ഓഫർ ചെയ്തിട്ടുണ്ട് അവരുടെ സൂവിലുള്ള സൂ എക്സ്ചേഞ്ച്. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് 188 മാനുകൾ പെറ്റുപെരുകിയത് ഉൾപ്പെടെ തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് വരാനുണ്ട്. അത്ര മാനുകൾ അവിടെ വേണ്ട. അവിടെ മാനുകളുടെ കണക്കും കൂടുകളുടെ കണക്കും വെച്ച് അത്ര വേണ്ട. നമ്മളിപ്പോൾ സഫാരി കേന്ദ്രത്തിലാണ് അവരെ വെച്ചിട്ടുള്ളത്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, നമുക്കൊരു കോളറും കൂടി ഉണ്ട്. നമസ്കാരം, സംവേദനത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. ആരാ വിളിക്കുന്നേ? ഞാൻ കണ്ടശങ്കടവിൽ നിന്നാണ്. പേര് പറയൂ. എന്റെ പേര് റാണി. പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നുണ്ട്. രാജനാണ്. സാറേ, ഞങ്ങക്ക് പുറംപോക്ക് ഭൂമിയാണ്. ഒരു 80 വർഷത്തോളായി പട്ടയം കിട്ടാണ്ട് കിടക്കണു. എന്ത് പുറംപോക്ക? റോഡ് പുറംപോക്ക് അങ്ങനെ വല്ലതും ആണോ? എന്ത് റവന്യൂ പുറംപോക്കാണോ അതോ റോഡ് പുറംപോക്ക്, കുളം പുറംപോക്ക്? ആ വിഭാഗത്തിൽ കുളം പുറംപോക്കാണ്. അതാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്. അത് പഞ്ചായത്തിന്റെ NOC. ഇപ്പൊ കുളം ഉണ്ടോ അവിടെ? ഇപ്പോൾ കുളമുണ്ടോ? ഈ കുളം പുറംപോക്ക് എന്ന് എഴുതിയെടുത്ത് കുളമുണ്ടോ അതോ പഴയ കുളം പണ്ടുണ്ടായത് ഇപ്പൊ ഇല്ലാത്തതാണോ? എങ്ങനെയാണ്? ഇപ്പൊ കുളമുണ്ടോ യഥാർത്ഥത്തിൽ? കുളം ഇതിന്റെ അടുത്തായിട്ടാണ്. കുളമുണ്ട്, യഥാർത്ഥത്തിൽ കുളമുണ്ട് അല്ലേ? അപ്പൊ ഈ കുളം പുറംപോക്ക് സാറിന് ഒന്ന് കണ്ടിരുന്നു, ഞങ്ങൾക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അപേക്ഷ കൊടുത്തിരുന്നേ. പല പ്രശ്നം മറുപടി കിട്ടിയിട്ടുണ്ടാവും. കുളം പുറംപോക്ക് പഞ്ചായത്തിൽ വെസ്റ്റഡ് ആയിരിക്കും. അതായത്
94 പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ച് കുളം പുറമ്പോക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭൂമിയാണ്. പഞ്ചായത്തിന്റെ NOC മേടിച്ച് അവരുടെ വകുപ്പ് റവന്യൂവിന് അനുവദിച്ചാലാണ് പട്ടയം കിട്ടാൻ പറ്റുക. ചേച്ചിയുടെ അപേക്ഷയിൽ ഒരു മറുപടി കിട്ടിയിട്ടുണ്ടോ? അപേക്ഷയുടെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാതിരിക്കാൻ വഴിയില്ല. അഡ്രസ്സോട് പഞ്ചായത്തിൽ നിന്നൊക്കെ അത് അതിന്റെ ഒരു കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിച്ച് അങ്ങോട്ട് അതിന്റെ അയച്ചിട്ടുണ്ട്. അല്ല, ചേച്ചിക്ക് എനിക്ക് പരാതി തന്നിട്ടുണ്ടെങ്കിൽ അഡ്രസ് ഉണ്ടെങ്കിൽ ഒരു മറുപടി കിട്ടി കാണും. ഇത്ര നമ്പർ പരാതിയായി ഇന്ന സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്ത് മനസ്സിലാവണില്ല. ചേച്ചിക്ക് എനിക്ക് പരാതി തന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് ഒരു മറുപടി കിട്ടി കാണും, അഡ്രസ് പരാതിയിലുണ്ടെങ്കിൽ. ഇല്ല, അങ്ങനെ കിട്ടിയിട്ടില്ല. കിട്ടാതിരിക്കില്ല. ചേച്ചി ഒന്നുകിൽ അഡ്രസ് വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചേച്ചിക്ക് കിട്ടി കാണും. ചേച്ചിക്ക് ഞാൻ നമ്പർ തരാമെന്ന് എഴുതിയെടുത്തോളൂ. 963 963 398 ഹലോ 963 398 ഹലോ കേക്കുണ്ട് 86. 86. ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ പരാതി കൊടുത്തിട്ട് അഡ്രസ്സോട് കൂടിയാ കൊടുത്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ആ നമ്പർ എടുക്കാൻ പറ്റും. ഒന്ന് വിളിച്ചു. ഞാൻ ഇപ്പൊ സെക്രട്ടേറിയറ്റിലേക്ക് വിളിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് വിളിച്ചിട്ട് ആരെ കിട്ടാനാ? അല്ല, സെക്രട്ടറി നിങ്ങളുടെ നമ്പർ കിട്ടിയ നമ്പർ വെച്ചിട്ട് സെക്രട്ടേറിയറ്റിൽ പോയാൽ വിവരം അറിയാം. ഈ നമ്പറിൽ വിളിച്ചു നോക്കൂ. നിങ്ങൾ അഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ അതിന്റെ പ്രക്രിയ എന്താന്ന് മനസ്സിലാവും കേട്ടോ. ശരി, വിളിച്ചതിൽ നന്ദി. പട്ടയത്തിൽ പല പട്ടയങ്ങളുണ്ട്. എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ മാസം വീണ്ടും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വീണ്ടും പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് MLA യുടെ അധ്യക്ഷതയിൽ ഓരോ മണ്ഡലത്തിലും റവന്യൂ അസംബ്ലി ചേരുകയാണ്. ലിറ്റിക്ക് ഒരു പട്ടയം കിട്ടാനുണ്ടെങ്കിൽ ലിറ്റിയുടെ പഞ്ചായത്ത് മെമ്പർക്ക് രേഖാമൂലം കൊടുത്താൽ അവർക്ക് ഇപ്പോൾ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന മുഴുവൻ പട്ടയാപേക്ഷകളും വീണ്ടും നമ്മൾ നോക്കുകയാണ്. ഈ കുളം പുറമ്പോക്ക്, റോഡ് പുറമ്പോക്ക്, പുഴ പുറമ്പോക്ക് തുടങ്ങിയ സ്ഥലങ്ങൾ 94 പഞ്ചായത്തി രാജ് ആക്ടിൽ പുതിയ ഭേദഗതി വന്നപ്പോൾ അത് പഞ്ചായത്തിൻ്റെ പേരിൽ നിക്ഷിപ്തമായിരിക്കും. ചിലയിടങ്ങളിൽ പുഴ പുറമ്പോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പുഴയുണ്ടാവില്ല. അത് മാത്രമല്ല, ബലരാമൻ വന്ന് കലപ്പോണ്ട് കൊണ്ടുവന്നാലും ഇനിയൊരു പുഴ വരില്ല. പക്ഷേ നേരത്തെ ചിലപ്പോൾ ഒരു പുഴയുണ്ടാവും, അല്ലെങ്കിൽ തെറ്റായി രേഖപ്പെടുത്തില്ല. അങ്ങനത്തെ നമുക്ക് ഇനം മാറ്റിയാലെടുക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം സാധനങ്ങളുണ്ടെങ്കിൽ പഞ്ചായത്ത് ഒരു NOC നൽകിയാൽ അത് പരിശോധിച്ച് കുളവുമായി എത്ര മീറ്റർ വ്യത്യാസം ഉണ്ടെന്ന് നോക്കി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ അപേക്ഷകൾ കൃത്യമായി കേന്ദ്രീകരിക്കുകയും അപേക്ഷ നൽകി കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി സൂക്ഷിച്ചു വയ്ക്കുകയും. ഇപ്പം ചില ആളുകൾ പറയുമല്ലോ, സാറേ ഞാൻ 30 കൊല്ലം മുമ്പ് അപേക്ഷ കുറേ കൊല്ലമായി നടന്നു തുടങ്ങിയിട്ട് എങ്ങനെ ഈ നടക്കണേന്ന് നമുക്ക് പലപ്പോഴും പ്രശ്നം. അവരുടെ ധാരണയില്ലായ്മ കൊണ്ടാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ വന്നാൽ കൊടുക്കും, MLA വന്നാൽ കൊടുക്കും, MP വന്നാൽ കൊടുക്കും, മന്ത്രി വന്നാൽ കൊടുക്കും. പക്ഷെ ഇതിൻ്റെ ഒന്നും മറുപടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ല. ചില ആളുകൾ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പട്ടയത്തിൽ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എത്രയോ വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഞാനിത് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണ്, ഞാൻ ഇന്ന് വരുന്നത് ഒളകരയിൽ നിന്നാണ്. നമ്മുടെ 1957 പിന്നെ പീച്ചി ഡാം പണിയുമ്പോൾ അതിൻ്റെ റിസർവോയറിൽ നിന്ന് അടിച്ചോടിപ്പിച്ചവരാണ് ഒളകരയിലെ പാവപ്പെട്ട ആദിവാസികൾ. അവർ വന്ന് ആകെ താമസിച്ചത് 2.5 ഏക്കർ ചുറ്റളവിലാണ്. പക്ഷെ അതല്ല അവരുടെ താമസം. അവർ ഏക്കർ കണക്കിന് ഭൂമിയിൽ അവർ കൃഷി ചെയ്ത് അവർ കായ്ക്കനികൾ സംഘടിപ്പിച്ച് അവിടെ ജീവിച്ചവരാണ്. പക്ഷേ 60 വർഷമായിട്ട് അവർക്ക് ഒരു കൈവശ രേഖയോ പട്ടയോ ഇല്ല. ദീർഘമായി നമ്മുടെ ലക്ഷ്യമായിരുന്നു. ഞാൻ വന്നത് മുതൽ ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയൊരു പ്രശ്നമാണ് ഒളകര ആദിവാസി കോളനിയിൽ പട്ടയം കൊടുക്കണം. ഇപ്പോൾ ആ പട്ടയത്തിന് 3 പേർ ഒപ്പിടണം. അതായത് റവന്യൂ വകുപ്പാണ് കൊടുക്കുന്നതെങ്കിലും ST ഡിപ്പാർട്ട്മെൻറ്റും വനം ഡിപ്പാർട്ട്മെൻറ്റും വനം ഭയങ്കരമായി എതിർത്തു. അവസാനം വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷനിലേക്ക് വരെ നീണ്ടു. ഗവൺമെൻറ് പറഞ്ഞു ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ പ്രയാസമായിരിക്കും. SLMC കൂടി. ഇപ്പം എല്ലാവരും ഒപ്പിട്ടു. 22-ാം തീയതി ഞങ്ങളത് കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. ഒരു 60 വർഷക്കാലമായിട്ട് ഒളകരയിലെ താമസക്കാർക്ക് പട്ടയമില്ല എന്നവരുടെ പ്രയാസം ഇപ്പോൾ പരിഹരിക്കാൻ വേണ്ടി പോകുകയാണ്. പട്ടയ മിഷൻ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് പട്ടയമില്ലാത്ത ആളുകൾക്ക് മുഴുവൻ അപേക്ഷ കൊടുത്താൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോഴൊരിടമുണ്ട്.
അത് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസക്കാലം തൃശ്ശൂർ ജില്ലയിലെ 13 മണ്ഡലത്തിലും ബന്ധപ്പെട്ട MLA-മാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ അസംബ്ലി നടക്കും. ഞാനൊരു MLA കൂടിയാണ്. എൻ്റെ മണ്ഡലത്തിലെ റവന്യൂ അസംബ്ലി 7-ാം തീയതിയാണ്, മാർച്ച് 7-ാം തീയതിയാണ്. അതിൽ വരിക പഞ്ചായത്ത് മെമ്പർമാർ വരെ, പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, കൗൺസിലർമാർ, ഇവർക്കെല്ലാം അവിടെയുള്ള എല്ലാവർക്കും വരാം. അവിടെ വന്നിട്ട് എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ വാർഡിൽ ഇന്ന ആളുകൾക്ക് പട്ടയം കിട്ടാനുണ്ട്, ഇന്നതാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ അവിടെ രേഖപ്പെടുത്തും, അത് പരിശോധിക്കും. കൊടുക്കാവുന്ന സാധ്യമായ അർഹതമാണെങ്കിൽ ഇപ്പോൾ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അപ്പോൾ അതാത് മണ്ഡലങ്ങളിലെ പട്ടയ അസംബ്ലി കൂടാനുള്ള ധാരണയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവരവരുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ കയ്യിൽ എല്ലാവരും അപേക്ഷകൾ കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ഇൻഫർമേഷൻ തന്നെയാണ്. നമുക്ക് അടുത്തൊരു കോളറും കൂടി ഉണ്ട്. നമസ്കാരം. ഹലോ. ഹലോ, നമസ്കാരം. സംവേദനത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ കട്ടിൽപോത്ത് മരുട്ടിച്ചേടുന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് സിസിലി പോൾ. എന്റെ പേര് സിസിലി പോൾ. എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ചീനിമരം എന്ന് വെച്ചൊരു 5 ആള് പിടിച്ച അത്ര മണത്തിലൊരു ചീനിമരം ഉണ്ട്. ആ ചീനിമരം വെട്ടാനായിട്ട് ആദ്യം ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തു. കളക്ടർക്ക് പല പ്രാവശ്യം കൊടുത്തു. അപ്പൊ ഡെപ്യൂട്ടി കളക്ടർ ഒരു ദിവസം ഞങ്ങൾ ചെന്ന് കൊടുത്തപ്പോ ചോദിച്ചു, നിങ്ങൾ എന്തിനാ മരത്തിന്റെ താഴെ കൊണ്ടുപോയി പെര വെച്ചേന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഈ മരം ഇപ്പോൾ ഉള്ളതല്ല, ഞാൻ എന്നെ കല്യാണം കഴിച്ചോണ്ട് പിന്നെ ഞങ്ങള് ഇവിടെ പട്ടിക്കാട് കൊടുത്തിട്ട് ഇവിടെ വന്ന അവിടുന്ന് റേഞ്ചറും എല്ലാവരും വന്ന് നോക്കി മരം അളന്നു പോയിട്ട് മുറിക്കാനായിട്ട് ആ നിൽക്കുന്ന സ്ഥലത്തിന് പട്ടയില്ല. പക്ഷെ അത് 4-5 വീടിന് അത് ഭീഷണിയാണ്. ചേച്ചിയുടെ വാർഡ് മെമ്പർ ആരാ? സണ്ണിയാണോ അതോ ജെയ്മിയാണോ? ജെയ്മിയാണോ? ജിൻസിയാണ്. അപ്പൊ ജിൻസിയുടെ കയ്യില് എനിക്ക് തരാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുത്ത് ഏൽപ്പിക്കൂ. നമുക്ക് ഇനി ആ മരത്തിന്റെ പഴക്കം നോക്കിയിട്ട് ആയിക്കോട്ടെ, മരത്തിന്റെ പഴക്കം നോക്കിയിട്ട് നമുക്ക് ഡിസാസ്റ്റർ ആക്ട് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. ഒന്ന് ജിൻസിയുടെ കയ്യില് ആയിക്കോട്ടെ, നമുക്കൊരു വഴി. എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. പട്ടയമില്ലാത്ത ഭൂമിയാണ്, അത് മുറിച്ചാൽ ആര് കൊണ്ടുപോകുന്നുള്ള പ്രശ്നം ഉണ്ടാകും. അവിടെ ഫോറസ്റ്റുകാർ വന്ന് നോക്കിയപ്പോൾ വില ചേർന്നിട്ടുണ്ടാവില്ല. നമുക്ക് ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് തൽക്കാലം മുറിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ജിൻസിയുടെ ഒരു അപേക്ഷ കൊടുക്കും. ഒരാള് തന്നെയാണ് കൊടുക്കേണ്ടത്, ഇവിടെ എല്ലാവരും ഒപ്പിട്ട് തന്നാൽ അത്രയും നല്ലത്. ഞാനിന്ന് 2:30 തൊട്ട് 4:30 വരെ എന്റെ മണ്ണുത്തിയിലുള്ള ഓഫീസിലുണ്ട്. ആരുടെ കയ്യിലെങ്കിലും കൊടുത്തയച്ചാലും മതി. ആയിക്കോട്ടെ. ശരി, വളരെയധികം നന്ദി വിളിച്ചതിന്. ഇത്തരത്തിൽ ഇങ്ങനെ പട്ടയില്ലാത്ത ഭൂമിയിൽ ഇങ്ങനെ ഒരു മരമൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? എങ്ങനെയാണ്? 2 വഴിയുണ്ട്. ഒരു ദുരന്ത ഘട്ടം വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ അതിന് അധികാരമുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വരിക എന്ന് വെച്ചാൽ ആര് മുറിക്കുന്നുള്ളൊരു പ്രശ്നം വരും. കാരണം എന്ന് വെച്ചാൽ മുറിക്കാൻ വലിയ കാശാണ്, ഇപ്പോൾ ചെറിയ കാശല്ല. ഞാനിപ്പോൾ ഫിന്നിയോട്, നമ്മുടെ TCUലെ ഫിന്നിയോട് പറയായിരുന്നു, ഫിന്നിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് പുത്തൂരെ 15 മീറ്റർ വീതിയിൽ വരാൻ പോകുന്ന റോഡ്, പാലവും റോഡും കൂടി അറിയാലോ, ഫിന്നിയുടെ വീട് അറിയാലോ. അപ്പോൾ അവിടേക്കുള്ള റോഡിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ പണി തുടങ്ങാൻ നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 67 മരമോ 47 മരമോ മറ്റുണ്ട് മുറിക്കാനായിട്ട്. അത് ടെൻഡർ കൊടുക്കുന്നു, തുടർച്ചയായിട്ട് ടെൻഡർ കൊടുക്കുന്നു. ആരും എടുക്കുന്നില്ല, ആ ടെൻഡർ ആരും എടുക്കുന്നില്ല. കാരണം ഫോറസ്റ്റ് ഇട്ട വില കൊണ്ട് ആർക്കും യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അത് മുറിച്ചിട്ടിട്ട് ലേലം പിടിച്ചോ. പക്ഷെ മുറിക്കുന്നതിൻ്റെ കാശ് ആര് കൊടുക്കും? അപ്പം ഞാൻ വിചാരിച്ചു മുറിക്കണതിന് ചെറിയ കാശാവുന്നതാണ്. പക്ഷെ ഈ ജാതി മരമൊക്കെ മുറിക്കുന്നതിന് വലിയ കാശാണ്. അപ്പം അവിടെ ഞങ്ങൾ തീരുമാനം എടുത്തു, മുറിക്കാനുള്ള കാശ് ഗിഫ്റ്റ് കൊടുക്കും, അത് പിന്നീട് ലേലം വിളിക്കുമ്പോൾ ആ കാശ് സർക്കാരിലേക്ക് വരുമല്ലോ, അത് തീരുമാനിച്ചു. ആ മെത്തേഡിൽ നമുക്ക് അത് ആർക്കാണ് ലേലം വിളിക്കാൻ അവകാശമെങ്കിൽ അവരുടെ കയ്യിൽ പണം ഉണ്ടോ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ ആക്റ്റിൽ പെടുത്തിയിട്ട് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പണം എടുത്ത്, ഇതൊക്കെ ചിലപ്പോൾ മുറിച്ചില്ലെങ്കിൽ 5 ആള് വലിപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ആളെ ആവില്ല കൂട്ടിയിട്ടുണ്ടാവും, അതിനേക്കാൾ വലിയ ആളാവും. ഒരു പിടുത്തം വെച്ച് 1-1.5 മീറ്റർ ഉണ്ടാകും. അത് വെച്ച് വരുമ്പോൾ ഒരു വലിയ മരമായിരിക്കും. നോക്കാം, നമുക്ക് സബ് കളക്ടർ കൊണ്ട് പറയിപ്പിക്കാം. അതൊരു ഡിസാസ്റ്ററാണ്. അത് വീണുണ്ടാകുന്ന നഷ്ടം എത്ര രൂപ കൊടുത്താലും ഉണ്ടാകുന്ന, പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാവില്ല. അതിൽ ഗൗരവമായിട്ട് എടുക്കാം. സിസിലേച്ച് വിളിച്ചല്ലേ നമുക്ക്. അടുത്തൊരു കോളറും കൂടി ഉണ്ട്. ഹലോ. നമസ്കാരം, സംവേദനത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഞാൻ സജീന ബാലൻ, കൃഷ്ണൻകോട്ടയിൽ നിന്ന് വിളിക്കാം. ഓക്കെ, മന്ത്രിയോട് സംസാരിച്ചോളൂ. ബാലകൃഷ്ണൻകോട്ടയാണോ? ബാലകൃഷ്ണൻകോട്ടയാണോ? പറഞ്ഞോളൂ. ഞാൻ എന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. അനിയത്തിക്ക് പറമ്പുമില്ല, വീടുമില്ല, ഒന്നുമില്ല. ഭർത്താവ് മരിച്ചുപോയി 46 വയസ്സില്.
കുടിച്ചും കൊണ്ടല്ല, ഹൃദയ സംബന്ധമായ രോഗം വന്നുകൊണ്ട് മരിച്ചതാണ്. ഓ അപ്പൊ ആ രണ്ട് കുഞ്ഞാമക്കളുണ്ട്, 22 വയസ്സും 19 വയസ്സും ഒക്കെ ഉള്ള. അപ്പൊ ഇപ്പൊ ആങ്ങളേരെ അടുത്താണ് അവര് അഭയം തേടിയേക്കണത്. അപ്പൊ അവർക്ക് ഒരു വീട് ഉണ്ടാക്കാനായിട്ട്. വിഷമിക്കണ്ട, നമുക്ക് ഇതിനൊക്കെ വഴിയുണ്ടല്ലോ. നമ്മൾ ഈ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അവര് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത്ര നാളായിട്ട് വിളിച്ചിട്ടും ക്യൂ ലിസ്റ്റിലുണ്ടോ എന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ ചേച്ചി? ലൈഫിന്റെ 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് ഭൂമിയുണ്ട് പക്ഷെ വീടില്ല, അവർക്കുള്ള വർക്ക് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇനി ഭൂമിയും വീടും ഇല്ലാത്തവർക്കുണ്ട്, അവരുടെ ലിസ്റ്റും നമ്മളിപ്പോൾ തയ്യാറായിട്ട് പോകുന്നുണ്ട്. ഒന്ന് ലൈഫിലുണ്ടോ എന്ന് നോക്കുക, ഒരു കാര്യം. 2 നമ്മുടെ അവിടുത്തെ MLA VR സുനിൽകുമാർ ഉണ്ട്. സുനിൽകുമാർ ഇക്കാര്യത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് സമീപനം എടുക്കുന്ന ഒരു MLA ആണ്. അതെ 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 അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ രാജേട്ടൻ്റെ മോനാണല്ലോ സുനിൽ, അതിന് ഉള്ള ഗൗരവത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായിട്ട് സമീപനം എടുക്കുന്ന ഒരു MLA ആണ്. ഒന്ന് സുനിലിനോട് ഈ കാര്യം ഒന്ന് ശ്രദ്ധയപ്പെടുത്തുക. ഭൂമി ഇല്ല എന്നുള്ളത് കാണിച്ച് അവിടുത്തെ വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുക്കുക. ഈ 3 കാര്യം നമുക്ക് ചെയ്യാം. ലൈഫിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പേരുണ്ടോ എന്ന് പഞ്ചായത്തിൽ ചോദിക്കുക. MLAക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് ഈ കാര്യം MLAയോടൊന്ന് പറയുക. 3 അവിടുത്തെ വില്ലേജ് ഓഫീസിൽ നാളെ തന്നെ പോയി. എവിടെ, ഏത് വില്ലേജിലാണ് അവർ ഉൾപ്പെടുകയെന്നറിയോ? ഏത് വില്ലേജിലാ? തളിക്കുളം പത്താങ്കല്ല് വില്ലേജില്. പത്താങ്കല്ല് വില്ലേജ് ആവില്ല, തളിക്കുളം വില്ലേജ് ആയിരിക്കും. അവിടെ അവരോട് പോയിട്ട് ഞാൻ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുക. അവിടെ പോയിട്ട് ഭൂരഹിതനാണെന്ന് കാണിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുക. നമുക്ക് നോക്കാം കേട്ടോ. MLAക്ക് എന്തായാലും അപേക്ഷ കൊടുക്കും. MLAയോട് ഞാൻ ഈ കാര്യം ഒന്ന് അവരുടെ POയോടും ഒന്ന് ഇടപെടാൻ പറയാം. നമ്മുടെ പുത്തഞ്ചിറയിൽ ഉള്ള പ്രദീപാണ് പിന്നെ സുനിൽകുമാറിൻ്റെ PA ഒരാള് ഓഫീസ് കഴിഞ്ഞ്. നിങ്ങൾക്ക് കുറച്ചടുത്തല്ലേ? പ്രദീപിനോട് കണ്ടക്ട് ചെയ്യാൻ പ്രദീപ് കുമാർ, പ്രദീപിനെ കണ്ടാലും മതി. അല്ല ഞാൻ പറഞ്ഞത് കൃഷ്ണൻകോട്ടക്കാരോട് ഞാൻ പറഞ്ഞത് പുത്തഞ്ചിറയും പുല്ലൂറ്റൊന്നും. അല്ല മനസ്സിലായി, അനിയത്തിക്ക് വേണ്ടി. അനിയത്തി അവിടെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവരോട് അപ്പൊ അവരോട് അവരുടെ MLA ഉണ്ട് CC മുകുന്ദൻ, അദ്ദേഹത്തിന് ഒരു അപേക്ഷ കൊടുക്കാൻ പറയൂ. CC മുകുന്ദൻ, നാട്ടി MLA CC മുകുന്ദന് ഒരു അപേക്ഷ കൊടുക്കാൻ പറയൂ കേട്ടോ. പിന്നെ ആൾക്ക് വിധവ പെൻഷനൊന്നും ശരിയായിട്ടില്ല, കണ്ണോപ്പറേഷൻ കഴിഞ്ഞു. അല്ല, എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് സ്ഥലം MLAക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പറയൂ. ഞാൻ മുകുന്ദേട്ടനോട് ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞാൽ ഉടനെ പറയാം. എന്താണ് അവരുടെ പേര്? സഹോദരിയുടെ പേരെന്താ? നളിനി ജ്യോതിപ്രകാശ്. ഒരു അപേക്ഷയായിട്ട് വരുന്ന MLAയോട് ഞാൻ പറയാം, മുകുന്ദനോട് ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ. എന്നിട്ട് നോക്കാം. അല്ല സുനിലല്ല ഞാൻ പറഞ്ഞത്, അവരുടെ സ്ഥലം തളിക്കുളാണെങ്കിൽ CC മുകുന്ദൻ നാട്ടി MLA അദ്ദേഹത്തിന് കൊടുക്കാൻ പറയൂ കേട്ടോ. ഞാൻ പറഞ്ഞോളാം. നളിനി ജ്യോതിപ്രകാശ് പറഞ്ഞ ഒരാൾ അപേക്ഷ കൊടുക്കുന്നു പറയാം. ശരി, വളരെയധികം നന്ദി. ശരി ശരി. ഈ പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലർക്കും ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പല ആളുകളും, പ്രായമായ ആളുകൾ ഇപ്പോൾ അവർ 50 രൂപ വെച്ച് ഇങ്ങനെ അടച്ച് പിന്നീട് അവരുടെ പലപ്പോഴും നോമിനിക്ക് കിട്ടുന്ന അവസ്ഥയിലേക്കാണ് പലപ്പോഴും ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത്. അപ്പം അതിലെന്തെങ്കിലും സാങ്കേതികത്വം ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? ക്ഷേമനിധിയാണോ സാമൂഹ്യ പെൻഷനാണോ? ക്ഷേമനിധി. ക്ഷേമനിധിയിൽ കുറച്ച് വൈകൽ ചില ക്ഷേമ നിധികളിലുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ ക്ഷേമനിധിയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അറ്റാദായം അല്ല, പിന്നെ ഓഹരിയും മറ്റേ ബാക്കിയുള്ളവർ അവരുടെ ഓഹരിയും അടച്ച് അതിൽ നിന്ന് തന്നെ റൺ ചെയ്യിക്കേണ്ടതാണ്. പക്ഷേ ക്ഷേമനിധികൾക്ക് പല വിധത്തിലുള്ള തടസ്സമുള്ളത് കൊണ്ട് ചെറിയ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സാമൂഹികക്ഷേമ പെൻഷൻ ഓർഡറിലാക്കിയിട്ടുണ്ട്. ആകെ 5 മാസത്തെ കുടിശ്ശികയായിരുന്നു ജൂണിലുണ്ടായിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാകേണ്ട വിഹിതം കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ നമ്മളത് നോക്കുന്നില്ല. 3 മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ കൊടുത്തു തീർത്തു. ബാക്കി 2 മാസം കൂടി ഇപ്പോൾ കൊടുക്കും. ഇനി പെൻഷൻ, സാമൂഹിക ക്ഷേമ പെൻഷൻ 1600 കിട്ടാനൊരു കുറവുണ്ടാകില്ല. അത് വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഓരോ ക്ഷേമനിധികളുമായിട്ടും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കാനും എന്താണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി എന്നറിഞ്ഞ് പല ഘട്ടങ്ങളിലും സർക്കാർ ബഡ്ജറ്റിൽ നിന്ന് പണം എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓടേണ്ട ഒന്നല്ല അത് സ്വാഭാവികമായിട്ടും അതൊരു വ്യത്യസ്ത സംവിധാനമായിട്ട് പോകേണ്ടതാണ്. അപ്പം അതിൽ
നിജസ്ഥിതി ഒന്ന് പരിശോധിച്ച് സർക്കാർ സഹായിച്ചേ മതിയാകുള്ളൂ എന്ന് വെച്ചാൽ അത്തരം ആളുകളെ പ്രയാസപ്പെടുത്തില്ല. സർക്കാർ സഹായിച്ചുകൊണ്ട് തന്നെ സംവിധാനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇതിലൊറ്റ പ്രശ്നമേ ഉള്ളൂ, അർഹത ഒരു ഘടകമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് 1600 രൂപ എന്ന് പറയുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഇത്ര കൃത്യമായി 1600 എന്ന തുകയിലേക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. അത് കേരളത്തിൽ കിട്ടുന്നൊരു അവകാശമാണ്. അത് 34 ലക്ഷം പേർക്കായിരുന്നു നേരത്തെ, ഇപ്പോൾ 62 ലക്ഷം പേർക്കായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പം അതിൽ അർഹതയില്ലാത്തവർ ആ കാര്യത്തിൽ സ്വയം ഒരു മനസ്സിലാക്കി കൂടി പിന്തിരിയാനുള്ളൊരു നടപടി ഉണ്ടാകണം. തീർച്ചയായിട്ടും. നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം. സംവേദനത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? എന്റെ പേര് ജിഷ്ണ. ജിഷ്ണ, എവിടുന്നാ വിളിക്കുന്നത്? നടത്തറ മുരിക്കുന്നുണ്ട്. ഓ, പറഞ്ഞു. അന്തരോട് സംസാരിച്ചോളൂ. ഞങ്ങളുടെ 94 സെന്റ് സ്ഥലത്തിന് പട്ടയമില്ല. എങ്ങനെ മനസ്സിലായില്ല? ഞങ്ങളത് മേടിച്ചിട്ട് ഇപ്പോ 27 കൊല്ലം കഴിഞ്ഞു. കൊല്ലിരിക്കട്ടെ ജിഷ്ണ, കൊല്ലം ഇരിക്കട്ടെ. നമ്മുടെ ഈ സ്ഥലം വനം ഭൂമിയായിട്ടാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത്? വനഭൂമി സാധാ സ്ഥലം. നമ്മുടെ അപ്പുറത്തുള്ളവർക്ക് പട്ടയം കിട്ടി. അതിരിക്കട്ടെ, ഞാൻ പറയുന്ന കാര്യം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരല്ലോ. നമ്മുടെ ഭൂമിയുടെ പ്രശ്നമല്ലേ നമ്മൾ പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ സ്റ്റാറ്റസ് എന്താ? വനഭൂമിയാണോ പുറമ്പോക്കാണോ? വനഭൂമിയല്ല. വനഭൂമി വനഭൂമിയാണോ? അതെ അതെ. വനഭൂമിയാണെങ്കിലുള്ള ഒരു പ്രശ്നം JVR കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ വന്നിട്ട് വനവും റവന്യൂവും കൂടി ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ? അത് ഇല്ല. അതാണ് അതിന്റെ പ്രശ്നം. ഈ വനഭൂമിയുടെ സ്റ്റാറ്റസിൽ കിടന്നാൽ കേന്ദ്രത്തിൽ നിന്നാണ് അനുവാദം കിട്ടേണ്ടത്. അതിന് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുള്ള ഭൂമികളുടെ എല്ലാം ഇപ്പോൾ കൊടുക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഈ മാർച്ച് മാസം 31-നകം ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയ എല്ലാ അപേക്ഷയും കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കും. ഇപ്പം അങ്ങനെ അപേക്ഷ കൊടുക്കാത്തവർക്ക്, ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താത്തവർക്ക് ജൂലൈ 31 വരെ വില്ലേജിൽ ഒരു വിവരശേഖരണ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരുന്നു. അത് കൊടുത്തിരുന്നോ? നമ്മളെ ഇപ്പോഴാണ് ഇതിനു മുന്നേ 2 പ്രാവശ്യം പോയി അപേക്ഷ കൊടുത്തിരുന്നു. എവിടെ അപേക്ഷ കൊടുത്തു? എവിടെ അപേക്ഷ കൊടുത്തു? വില്ലേജിൽ ഇതേപോലെ പട്ടയത്തിന് അപേക്ഷയ്ക്ക് വെക്കാൻ പറഞ്ഞപ്പം 2 പ്രാവശ്യം നമ്മൾ കൊടുത്തിരുന്നു. ഞാൻ ചോദിച്ചത് JVR കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ സാധാരണ സർക്കാരിന്റെ പുറമ്പോക്കോ മറ്റു വകുപ്പുകളിൽപ്പെട്ട പട്ടയമാണെങ്കിൽ കേരളത്തിൽ തന്നെ കൊടുക്കാൻ പറ്റും. വനം എന്ന് രേഖപ്പെടുത്തിയാൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കണമെങ്കിൽ വനവും റവന്യൂവും കൂടി ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി കേന്ദ്രത്തിലോട്ട് അയക്കണം. അയച്ചാലേ അവിടെ നമുക്ക് കിട്ടുള്ളൂ. ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയുടെ കോപ്പി നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ആരാ? മിനിയുടെ കയ്യിൽ കൊടുക്കൂ. മിനിയുടെ പട്ടയം ഇപ്പോഴാട്ടാ കിട്ടിയത്. മിനി വിനോദിന്റെ പട്ടയം ഇപ്പൊ ഞാൻ കൊടുത്ത മീൻസ് ഈ ഗവൺമെന്റിന്റെ കാലത്താണ് കിട്ടിയത് മിനി വിനോദിന്. എനിക്കറിയാതെ മിനിയുടെ വനഭൂമിയായിരുന്നു. മിനിയുടെ പക്ഷെ ഇപ്പൊ കിട്ടിയെന്ന് വെച്ചാൽ ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ തന്നെ വിതരണം ചെയ്തതെന്ന് തോന്നുന്നു. അതോ വിതരണം ചെയ്യുന്ന മീറ്റിംഗ് ബഹിഷ്കരിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ കിട്ടിയത് നമ്മുടെ ഗവൺമെന്റ് കാലത്താണ് മിനിക്ക് പട്ടയം കിട്ടിയത്. അപ്പം എനിക്കറിയാം കൃത്യമായിട്ട്. അപ്പൊ കൊടുത്താൽ വിവരശേഖരണത്തിന്റെ കാര്യവും എനിക്കറിയാം. അതിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് മിനി നോക്കി പറഞ്ഞു തരൂ കേട്ടോ. ശരി, വളരെയധികം നന്ദി വിളിച്ചത്. വനഭൂമി പട്ടയത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വനഭൂമി പട്ടയം ഇപ്പൊ 4500 എണ്ണം അൺപ്രോപ്പർ എന്ന് പറഞ്ഞാൽ അവിടെ തള്ളിയിരുന്നു. അതിപ്പോൾ പ്രോപ്പറാക്കി മാർച്ച് മാസത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പം അതെല്ലാം തിരിച്ച് തൃശ്ശൂരിലേക്ക് ഞങ്ങൾ കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു, വനം മന്ത്രിയായിട്ട്. അപ്പം അവരത് വേഗത്തിൽ തരാനുള്ള സൗകര്യം ഒരുക്കാന്ന് പറയുന്നുണ്ട്. പലരും ഭൂമി മേടിച്ചു വെക്കുക എന്നല്ലാതെ അതിന് പട്ടയുണ്ടോ എന്ന് അപ്പം നോക്കില്ല. ഇപ്പം 27 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ 6 മാസം മുമ്പ് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മേടിക്കുമ്പോൾ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കും. അത് ആധാരമാണ്. ഞാൻ എല്ലാവരും അറിയാൻ വേണ്ടി പറയാം, ലിറ്റിക്ക് മാത്രം അറിയാൻ വേണ്ടി പറഞ്ഞാൽ ഇപ്പം ഇവിടെ വെച്ച് നമുക്ക് ഒരു ആധാരം ഉണ്ടാക്കാം. നമുക്ക് 2 പേർക്കും കൂടി 200 രൂപയുടെ രജിസ്റ്റർ പേപ്പറിൽ അല്ല 1000 രൂപയുടെ രജിസ്റ്റർ പേപ്പറിൽ ഈ ഭൂമി നമ്മൾ എൻ്റേതെന്ന വിശ്വാസത്തിൽ ലിറ്റിക്ക് കൈമാറുന്നത്. അതിനൊരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ എഴുതി അങ്ങ് ഉറപ്പിക്കാം, രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇതിന് അടിസ്ഥാന രേഖ ഉണ്ടാവണ്ടേ? ഒന്നുകിൽ ജന്മത്തിലുണ്ടാകണം, അല്ലെങ്കിൽ പട്ടയം കിട്ടണം. അതില്ലാതെ നമ്മൾ തമ്മിലുണ്ടാകും. മറ്റൊരു ഉടമ്പടിയാണ്. ആധാരം എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടിയാണ്. അതുകൊണ്ട് ഒറിജിനൽ സാധനം വരില്ല. അപ്പോൾ ഒറിജിനൽ സാധനം വരണമെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും നമുക്ക് കിട്ടിയെന്ന് ഉറപ്പ് വരുത്താവുന്നൊരു സൗകര്യം ഉണ്ടാവും. ആളുകൾ, പാവങ്ങൾ ആധാരം കിട്ടി വേറെയില്ല, കാശ് കൊടുത്തിട്ടുണ്ടാവും. ആരെങ്കിലും വിറ്റവന് ചിലപ്പോൾ മനഃപൂർവ്വമില്ല, നമ്മൾ ഉപയോഗിക്കണമല്ല, അച്ചാച്ചൻ തന്നാണ്, അച്ഛന് തന്നാണ്, അപ്പോൾ അങ്ങനെ വേറെ ആൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും. നമ്മൾ നേരത്തെ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത് കാട്ടുപോത്ത് വരുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ അതിനൊരു കോൺക്ലേവ് നടക്കുന്നുണ്ട്. ആ കോൺക്ലേവോട് കൂടി ഏതൊക്കെ, ഞാൻ മാനിൻ്റെ, അധികം മാനിൻ്റെ, കടുവയുടെ ഒക്കെ പറഞ്ഞു,
അതിനെ എക്സ്ചേഞ്ച് ചെയ്ത് പകരം മൃഗങ്ങളെ മേടിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന 4 മൃഗങ്ങളേ ഉള്ളൂ. ജിറാഫ്, അനാക്കോണ്ട, അങ്ങനെ തുടങ്ങുന്ന 4 മൃഗങ്ങൾ. അതിൽ ജിറാഫ് ഒഴികെ ബാക്കിയെല്ലാം ബുക്കിംഗായി, നമ്മൾ കരാറുണ്ടാക്കി കഴിഞ്ഞു. ജിറാഫിൻ്റെ കരാറാണ് ഇനി ഉണ്ടാക്കേണ്ടത്. ജിറാഫിൻ്റെ കൂടി കരാറുണ്ടാക്കിയാൽ ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ അത് വരും. ഇതെല്ലാം വിദേശത്ത് നിന്ന് വരേണ്ട മൃഗങ്ങളാണ്. ഞാൻ ഒല്ലൂർ ഒരു സ്ഥലത്ത് ചെന്ന് കുട്ടികളോട് അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ അവരുടെ ചോദ്യം ചോദിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത കാണിച്ചിട്ടൊരു കുട്ടി ചോദിച്ചതിനോട്, അനാക്കോണ്ട എങ്ങനെയാണോ വിമാനത്തിലാണോ വരിക? അനാക്കോണ്ട വിമാനത്തിലാണ് വരാൻ പറ്റുക. ഞാനും എന്താ അടിച്ചു പോയി, സത്യത്തിൽ അങ്ങനെയാണല്ലോ, അതല്ലാതെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു. വിമാനത്തിൽ തന്നെയാണ് അവർ. അത്തരം സംവിധാനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള പ്രത്യേക സൗകര്യമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരും, പക്ഷേ ആ വിദേശ മൃഗങ്ങൾ കൂടി സുവോളജിക്കൽ പാർക്കിലേക്ക് വരും. സുവോളജിക്കൽ പാർക്കിന് വരാൻ പോകുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിച്ചേരുന്ന വഴികളെല്ലാം നമ്മൾ BMBC വഴികളാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ യാത്ര മുടങ്ങില്ല. മാത്രമല്ല, പുത്തൂർ ഒരു ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കേന്ദ്രമാവില്ലേ? എത്ര വലിയ ബിസിനസ് നടക്കും, എത്ര ആളുകൾ വരും, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അവർക്ക് ഉടുക്കാനുള്ള വസ്ത്രം, അവർക്ക് കയ്യിൽ പിടിക്കാനുള്ള ബാഗ്, അവർക്ക് എടുക്കാനുള്ള ഫോട്ടോ, അവരുടെ സെൽഫി, ഇങ്ങനെ തുടങ്ങിയാൽ ശൗചാലയങ്ങൾ കിട്ടുന്നവർക്ക് പോലും പുറത്ത് കച്ചവടം ഉണ്ടാകുന്ന വിധത്തിൽ ആശുപത്രി, അവരുടെ മരുന്ന്, അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ, നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറ്റവും വലിയൊരു അഭിമാനമാകും. 269 കോടിയാണ് നമ്മൾ കിഫ്ബിയിൽ മാറ്റിവെച്ചിരുന്നത്, ബാക്കി 40 കോടി ബഡ്ജറ്റിലും. പക്ഷേ ഇപ്പോൾ എല്ലാം ഉയർന്നു. കിഫ്ബിയിലെ സംഖ്യ തന്നെ 333 കോടിയായി, ബഡ്ജറ്റിലെ സംഖ്യ 60 കോടിയായി. അപ്പോൾ വലിയൊരു തുക ചെലവഴിച്ച് ലോകം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകുക. തീർച്ചയായിട്ടും. നമ്മുടെ ഒരു ആൻറ്റിയുടെ വീട് അവിടെ ഉണ്ട്. അപ്പം അന്ന് അവരവിടെ സ്ഥലം മേടിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് അവിടെ പോയി സ്ഥലം മേടിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ അത് വളരെയധികം വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിന്തിക്കാൻ പോലും പറ്റാത്ത വിലയാണ്. 35,000 രൂപയൊക്കെ ഉണ്ടായിരുന്ന ഭൂമിക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന വില. അതെ. ആളുകളോട് ഞങ്ങൾ പറയും 15 മീറ്റർ ഭൂമി എടുക്കാൻ പോകുന്നു. അപ്പോൾ ആളുകൾ പറയും ഭൂമിയൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും. 47 കോടി രൂപയാണ് നമ്മുടെ 47 കോടി 18 ലക്ഷം രൂപയാണ്. അതായത് ഈ കുട്ടനല്ലൂർ ഓവർബ്രിഡ്ജിൻ്റെ മുമ്പ് മുതൽ പയ്യപ്പള്ളി മൂല വരെ ഇരുവശത്തും താമസിക്കുന്നവന് കൊടുത്ത സംഖ്യ വേറെ ആർക്കും കൊടുത്തിട്ടില്ല, സർക്കാർ കൊടുത്തിട്ടില്ല. അത്രയും സംഖ്യ ഈ 3.5 കിലോമീറ്റർ ഇടയിലുള്ള ആളുകളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അവിടെ പണിയുന്ന റോഡ് ഏതാണ്ട് 50 കോടി രൂപയുടെയാണ്. വിശ്വോത്തരമായ വിധത്തിലുള്ള റോഡാണ്. അപ്പോൾ അതൊക്കെ ആളുകൾ അന്ന് വിശ്വസിച്ചില്ല. ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ അത്ഭുതം, റോഡ് പൊളിച്ചു തുടങ്ങി, കടകൾ മുറിച്ചു തുടങ്ങി എന്നൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതവും സന്തോഷവും. തൃശ്ശൂർ MLA ആയ ഉടനെ തന്നെ ആദ്യ വാഗ്ദാനം അതായിരുന്നു, ഇനി ഞങ്ങൾ തൃശ്ശൂരിലേക്കില്ല, തൃശ്ശൂർ ഞങ്ങളെ അന്വേഷിച്ച് വരണം എന്ന് പുത്തൂർ വെച്ച് പറഞ്ഞു. അപ്പോൾ പഴയ ആളുകൾ പറയണ പോലെ ഇമ്മിണിഞ്ഞൊട്ടും എന്ന് പറഞ്ഞിരുന്നവരൊക്കെ അതേ തൃശ്ശൂർ അങ്ങോട്ട് വരികയാണ്. തീർച്ചയായിട്ടും. അപ്പം തന്നെ ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മെയ് 6 നടക്കുന്ന തൃശ്ശൂർ പൂരത്തിനാണ്. അപ്പം ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ഉണ്ടായിരുന്നു. അപ്പം ഇനി അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അതിനുള്ള നിർദ്ദേശം? മെയ് 14 3 മണിക്ക് എൻ്റെ നേതൃത്വത്തിൽ ഫിസിക്കലായിട്ടുള്ള യോഗം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പിന്നെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പങ്കെടുക്കും, കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഏപ്രിൽ 14 അല്ലേ? മാർച്ച് 14, ഏപ്രിൽ അല്ല, മാർച്ച് 14 രണ്ടാഴ്ചക്കുള്ളിൽ. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം വളരെ പോസിറ്റീവായ സമീപനം എടുത്തു. കേന്ദ്ര സഹമന്ത്രി യോഗത്തിലുണ്ടായിരുന്നു, ഞങ്ങൾ 3 മന്ത്രിമാരുണ്ടായിരുന്നു, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. വിവിധ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡുകളുടെയും പ്രതിനിധികളുണ്ടായിരുന്നു. തറവാടകയുടെ പ്രശ്നം ഇന്നലത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ തീർത്തു. വളരെ പോസിറ്റീവായ വിധത്തിൽ വെടിക്കെട്ടടക്കം എല്ലാ നടപടിക്രമങ്ങൾക്കും വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. വെടിക്കെട്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ എങ്കിലും അതെങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് കൂട്ടിയായിട്ട് ആലോചിക്കണം എന്ന് നിശ്ചയിച്ചു. ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലൊരു വിധി വന്നു. സുപ്രീം കോടതിയിൽ സർക്കാർ കക്ഷി ചേർന്നുകൊണ്ട് കൃത്യം അതാത് ജില്ലകളിലെ മോണിറ്ററിംഗ് കമ്മിറ്റി ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഒരു മനസ്സായി നിന്നുകൊണ്ട് തൃശ്ശൂർ പൂരം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ്. മെയ് 6, 7 തീയതികളിലാണ് യഥാർത്ഥത്തിൽ പൂരം. അപ്പോൾ സ്വാഭാവികമായിട്ടും 5-നായിരിക്കും സാമ്പിൾ. ഇങ്ങോട്ട് തുടങ്ങിയാൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മെയ് 1-ാം തീയതി മാർച്ച് 1-ാം തീയതി തന്നെ മുഖ്യമന്ത്രിയുടെ യോഗം കഴിഞ്ഞു. മാർച്ച് 14-ാം തീയതി ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന ഫിസിക്കൽ യോഗം നടക്കും. ഇനി 2 യോഗങ്ങൾ കൂടി നടക്കും. അപ്പോൾ പെസോ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കാളിയാകും. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും അവരുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ നടത്തും. ഞങ്ങൾ മന്ത്രിമാരുമായ യോഗത്തിൽ പങ്കെടുക്കും. എല്ലാവരും കൂടി ചേർന്ന് ഇതിനൊരു മനസ്സേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ പൂരം നടത്താനൊരു ഒറ്റ പാർട്ടിയേ ഉള്ളൂ,
പൂരപ്രേമികളുടെ പാർട്ടിയാണ്. തീർച്ചയായും. അതിന് വേറെ നിറയില്ല, അതിന് വേറെ രാഷ്ട്രീയ ചിന്തയില്ല, ജാതി മത സങ്കല്പമില്ല. പൂരപ്രേമികൾക്കുള്ള ഒറ്റ കൊടിക്കീഴ് ഒറ്റ വികാരമായി പാണ്ടിയും പഞ്ചാരിയും ഒക്കെ ഇടകലർന്ന് ചെവിയാട്ടി താളം പിടിക്കാൻ പറ്റുന്ന ഒരു മഹത്തരമായ പൂരമായി ഇത്തവണത്തെ തൃശ്ശൂർ പൂരം മാറ്റും. അത് തൃശ്ശൂരിൻ്റെ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ വലിയ അഭിമാനത്തോടു കൂടി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇടമുണ്ട് തൃശ്ശൂർ പൂരത്തിൽ. 14 ലക്ഷം മനുഷ്യർ വന്ന പൂരത്തിൽ പിന്നെ കുടമാറ്റത്തിന് എവിടെയാണ് ആന വന്നാൽ നിൽക്കുക എന്ന ആൾ സംശയിക്കും. പക്ഷെ ആനയ്ക്ക് സ്ഥലമുണ്ട്, ആൾക്ക് സ്ഥലമുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാകില്ല. ആളുകൾ ഒരു ആത്മസംയമനം പാലിക്കേണ്ട പ്രശ്നം മാത്രമേ ഉദിക്കുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പം കേന്ദ്ര കടൽ മണൽ ഖനന ആ ഒരു നിയമത്തെക്കുറിച്ച് ഇപ്പോൾ നാളെ നിയമസഭാ സമ്മേളനം ചേരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അതിനെ സംബന്ധിച്ച് തീരദേശ ഹർത്താൽ വരെ അവർ നടത്തുകയുണ്ടായി. അപ്പം ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു നിയമം വരിക എന്ന് പറയുന്നത് അത്രയും ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു സംഭവം. നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ചാവക്കാടാണ്. കേരളത്തിൽ തന്നെ 240 മീറ്റർ അകത്തേക്ക് ഖനനം നടക്കുന്ന ഘട്ടം വന്നാൽ ആലപ്പുഴ, പൊന്നാനി, ചാവക്കാട് തീരങ്ങളൊക്കെ വലിയ ഭീഷണിയിലാകും. ഒരു ഘട്ടത്തിൽ നമ്മൾ തന്നെ ഈ ട്രോളിംഗ് നിരോധിക്കും. എന്തുകൊണ്ടാണ്? മത്സ്യക്കുഞ്ഞുങ്ങളുടെ ജനനവും അതിൻ്റെ വളർച്ചയും ഒക്കെ ക്രമീകരിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് തീരദേശത്ത് മീൻ പിടിക്കാൻ പോലും പോകരുത് എന്ന നിഷ്കർഷയോടെ നിൽക്കുന്നവരാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കേവലം മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മുടെ തീരത്തിൻ്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുക വഴി തീരത്തിന് അതിഭീകരമായ ചൂഷണം ഉണ്ടാവുകയാണ്. ഇപ്പം തന്നെ കടലിറക്കവും കയറ്റവും ഒക്കെയായി തീരത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ നമ്മളെല്ലാ പ്രകൃതിയെ ചൂഷണം ചെയ്തേ അടങ്ങൂ എന്ന് തീരുമാനിച്ചാൽ ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയല്ലേ ഈ കഥകളൊക്കെ. ഒരു പഠനവും കൃത്യമായി നടക്കുന്നില്ല. കേരളത്തിലെ മന്ത്രിസഭയിൽ തന്നെ അല്ല നിയമസഭയിൽ തന്നെ ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞ ഘട്ടത്തിൽ പ്രതിപക്ഷത്തിനോട് പറഞ്ഞു നമുക്ക് യോജിച്ച് സമരമാകാം. ഈ കാര്യത്തിലൊന്നും മാറി മാറി നിന്ന് ഓരോ പാർട്ടികളും സമരം നടത്തേണ്ടതില്ല. നിയമസഭ ഒറ്റക്കെട്ടായി അതിൻ്റെ പ്രമേയം പാസ്സാക്കും. ഒരു മനസ്സായിക്കൊണ്ട് ഇതിൽ നിൽക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന. കാരണം നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല. തീരം ആക്രമിക്കപ്പെട്ടാൽ ചൂരൽമലയിലെ ദുരന്തത്തിൻ്റെ അതിഭീകരത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിലെ ദുരന്തം ഏതെങ്കിലും ചൂഷണത്തിന് വിധേയമായിട്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മണ്ണിടിക്കലും കുന്നിടിക്കലും കുളം തൂർത്തലും പാടം നികത്തലും തീരമാക്രമിക്കലും കല്ല് പൊട്ടിക്കലുമൊക്കെ ഒരളവനുസരിച്ച് വേണം. പ്രകൃതിയുടെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് പോലെ പ്രകൃതിയിൽ നിന്ന് പ്രകൃതി വസ്തുക്കൾ നമ്മൾ എടുക്കുകയാണ്. അതിനൊരു സൂക്ഷ്മത വേണം. അമ്മയുടെ മുലപ്പാൽ കുടിക്കുമ്പോൾ കടിച്ചു പറിച്ചെടുക്കുകയല്ലോ, അത് കുടിക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയുടെ മുലപ്പാലാണിതെല്ലാം, പ്രകൃതി നൽകുന്ന സമ്പത്താണിതെല്ലാം. അതിനെ ചൂഷണം ചെയ്യുമ്പോൾ ക്രമവിരുദ്ധമായി ഞങ്ങൾക്കിത് ഉപയോഗിക്കാനേ ഇഷ്ടമില്ല, അവസാനത്തെ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നു നോക്കുക എന്ന് പറയുന്നത് പോലെ അവസാനത്തെ ഇഞ്ചും ചവിട്ടി ഞെരിക്കുക എന്ന നയത്തിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. മത്സ്യത്തൊഴിലാളികളുടെ ബന്ദ്, എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും അണിനിരന്ന ബന്ദ് സമ്പൂർണ്ണമായിരുന്നു. സമ്പൂർണ്ണമായിട്ടുള്ള ആ ബന്ദ് വരാൻ പോകുന്ന രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ളൊരു സമരത്തിൻ്റെ കാഹളമാണ്. കേവലം കരിമണൽ പോകുന്നു എന്ന് മാത്രമല്ല, പൂർണ്ണമായി തീരമിടിച്ച് ചൂഷണം നടത്തി ഒരു അപകടത്തിലേക്ക് തീരത്തെ കൊണ്ടെത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ സമ്പൂർണ്ണ പട്ടിണി സമ്മാനിക്കുന്ന ഒന്നായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നു തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം. ശരി, എന്തായാലും നമ്മുടെ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സമയത്തിനത്തിൽ നമുക്ക് വീണ്ടും ഒരുപാട് പരാതികളും ആശങ്കകളൊക്കെ അവർ പങ്കുവയ്ക്കുമ്പോൾ അതിനൊക്കെ തീർപ്പേൽപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും സമയത്തിനത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.